ഇലക്ട്രിക് മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് രണ്ട് മാഗ്നറ്റിക് പോൾസ് ആണ്. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ABCD ആർമേച്ചർ. ദെൻ ആർമേച്ചറിന്റെ ഒരു എൻഡ് AB എന്ന് പറഞ്ഞിരിക്കുന്ന എൻഡ് സ്പ്ലിറ്റ് റിംഗ് R1ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അത് CD എന്ന് പറഞ്ഞിരിക്കുന്ന എൻഡ് സ്പ്ലിറ്റ് റിംഗ് R2ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ബ്രഷ് B1ലേക്ക്, അവിടുന്ന് R1ലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. AB വഴി കറണ്ട് പോകുന്നു. ഇവിടെ CD സ്പ്ലിറ്റ് റിംഗ് R2ലേക്ക് കറണ്ട് വരുന്നു. ദെൻ അത് ബ്രഷ് B2 ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അവിടുന്ന് കറണ്ട് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് പോകുന്നു. ഇവിടെ നോക്കിയാൽ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? AB എന്ന് പറയുന്ന രീതിയിലാണ് കറണ്ട് പോകുന്നത്. അപ്പം ഈ സൈഡിൽ AB എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലും സൈഡിൽ CD എന്ന് പറയുന്ന രീതിയിലുമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുന്നു. 4 ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. തം ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ്. 4 ഫിംഗർ ഇങ്ങനെ കൊടുക്കാം, നോർത്തിൽ നിന്നും സൗത്തിലേക്ക്. ദെൻ കറണ്ട് ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? A to B ആണ്. അപ്പോൾ നമുക്ക് വിരൽ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ തമ്പ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? താഴേക്കാണ് അല്ലേ? അപ്പോൾ ഡൗൺവേർഡ് ആയിട്ടാണ് അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത എൻഡ് നോക്കുക, CD കറണ്ട് ഫ്ലോ ചെയ്യുന്നത് C to D ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? കറണ്ട് ഈ രീതിയിലാണ്. തമ്പ് എങ്ങനെയാണ്? അപ്വേർഡ് ഡയറക്ഷനിൽ. ഇപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? മുകളിലേക്കായിരിക്കും. അപ്പം AB എന്ന് പറഞ്ഞിരിക്കുന്ന ആ സൈഡിൽ താഴേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. CD എന്ന് പറയുന്ന സൈഡിൽ എങ്ങനെയാണ്? മുകളിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെയല്ലേ? ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ സ്പ്ലിറ്റ് റിംഗ് എങ്ങനെയാണ്? R1 ആണ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. ബ്രഷ് B1ൽ സ്പ്ലിറ്റ് റിംഗ് R1 അറ്റാച്ച് ചെയ്തിരിക്കുന്നു. റൊട്ടേറ്റ് ചെയ്തൊരു ഹാഫ് റൊട്ടേഷനായി, ഒരു അർദ്ധഭ്രമണമായി. ആർമേച്ചറിന്റെ സൈഡ് നോക്കി, സൈഡ് മാറിയില്ലേ? അതായത് നോർത്ത് പോളിന്റെ അവിടെ ഏത് സൈഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? AB ആയിരുന്നു. ആ AB ഇപ്പോൾ എവിടെയായി? സൗത്ത് പോളിന്റെ സൈഡിൽ വന്നു. CD എന്ന് പറഞ്ഞിരിക്കുന്നു നോർത്ത് പോളിന്റെ സൈഡിലും വന്നു. സൈഡുകളും മാറി. അതോടൊപ്പം തന്നെ ബ്രഷസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്ലിറ്റ് റിംഗും ചേഞ്ച് ചെയ്തില്ല. CD എന്ന് പറഞ്ഞിരിക്കുന്ന സൈഡ് വന്നപ്പോൾ ബ്രഷ് B2ലേക്ക് ഇവിടെ R2 ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ AB എന്ന് പറഞ്ഞ സൈഡ് ഇവിടെയാണ്. അപ്പം സ്പ്ലിറ്റ് റിംഗ് R1 ബ്രഷ് B2 ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കറണ്ട് ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് വന്നു ബ്രഷ് B1ലേക്ക് വരുന്നു. B1 ബ്രഷിൽ നിന്നും R2ലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? R2വിൽ നിന്നും ദെൻ ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ വരുമ്പോൾ D2C ആണ്. ദെൻ B2A, ദെൻ R1 B2. ഈ രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റൂൾ അപ്ലൈ ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, കറണ്ട് ഈ രീതിയിലാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങനെയാണ്? താഴേക്ക്. പിന്നെ അടുത്ത സൈഡിൽ നോക്കുക, അതായത് ഫോഴ്സ് എങ്ങനെയാണ്? മുകളിലേക്ക്, അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ റൊട്ടേഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആർമേച്ചറിൽ കൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടല്ലേ? ആ സ്പ്ലിറ്റ് റിംഗ് ആണ് ആർമേച്ചറിൽ കൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയാം. വൈദ്യുതപ്രവാഹത്തിന്റെ ദിശ മാറുന്നതനുസരിച്ചിട്ട് അവിടെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് മോട്ടോർ.